ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ സുരേന്ദ്രൻ, കേരളത്തിൽ നിന്ന് അപ്രതീക്ഷിതമായി ഒരു വോട്ട് ലഭിച്ചിരിക്കുകയാണ്. എന്താണ് താങ്കളുടെ പ്രതികരണം? അല്ല, അപ്രതീക്ഷിതമായിട്ടല്ല, അത് ആകസ്മികമായ ഒരു വോട്ടല്ല. NDAക്ക് ഒരു വോട്ട് എന്നുള്ളത് പ്രതീക്ഷിച്ചത് തന്നെയാണ്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ ഒരു വോട്ടിന് യഥാർത്ഥത്തിൽ 139 വോട്ടിനേക്കാൾ മൂല്യമുണ്ട്. പ്രത്യേകിച്ചും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയും അതേപോലെ ദേശീയ ജനാധിപത്യ സഖ്യവും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു രാഷ്ട്രീയമാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മുമ്പോട്ട് വെച്ചത്. പക്ഷെ നമ്മുടെ പ്രതിപക്ഷം നിർഭാഗ്യവശാൽ ഇത്രയും നകാരാത്മകമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചു. കേരളത്തിലാണെങ്കിൽ രണ്ട് മുന്നണികളും ചേർന്ന് പ്രതിപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ പിന്തുണച്ചു. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പട്ടികവർഗ വനിത, അതും ഏറ്റവും അടിച്ചമർത്തപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ ഒരു പ്രതിനിധി, ഇന്ത്യയുടെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള പദവിയിലേക്ക്, പ്രഥമ വനിത എന്നുള്ള പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാനുള്ള ഒരു അവസരം വന്നപ്പോൾ വളരെ സങ്കുചിതമായിട്ടുള്ള ഒരു കക്ഷി രാഷ്ട്രീയ നിലപാടാണ് ഇവിടെ സ്വീകരിച്ചത്. പക്ഷെ രാജ്യം മുഴുവൻ നാം കണ്ടത് പാർട്ടി ലൈനിനപ്പുറത്തേക്ക് MP-മാരും MLA-മാരും ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു എന്നുള്ളതാണ്. അതിന്റെ ഒരു പ്രതിഫലനം ഒന്നാണെങ്കിലും അത് കേരളത്തിലും ഉണ്ടായിരിക്കുന്നു. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വോട്ട് കിട്ടിയത് കേരളത്തിലെ ഒരു വോട്ട് കൂടി കിട്ടിയത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഒരെണ്ണം ഒഴിഞ്ഞു കിടക്കുമായിരുന്നു. അത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. കേരളത്തിൽ താങ്കൾ ആദ്യം തന്നെ എന്റെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് അപ്രതീക്ഷിതമല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആരാണ് വോട്ട് ചെയ്തതെന്ന് താങ്കൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ല, അങ്ങനെ അല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ആരാണ് വോട്ട് ചെയ്തതെന്ന് പറയുന്നത് ഈ സന്ദർഭത്തിൽ ഒരു എന്താ പറയാ, ഒരു സീക്രട്ട് ബാലറ്റ്, അതും വിപ്പില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പിൽ അത് പറയുന്നത് ശരിയല്ലല്ലോ. എന്തായാലും കേരളത്തിൽ നിന്നൊരു വോട്ട് കിട്ടിയിരിക്കുന്നു. അത് ആകസ്മികമായ ഒരു വോട്ട് വീണതാണ് എന്നുള്ള വ്യാഖ്യാനം വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. ഏത് മുന്നണിയിൽ നിന്നാവും ഇങ്ങനെ ഒരു വോട്ട് കിട്ടിയെന്നൊരു സൂചനകൾ വല്ലതും ഉണ്ടോ? അല്ല, അത് LDF-ഉം UDF-ഉം പരിശോധിച്ച് നോക്കട്ടെ. ഞാനത് പറയാൻ ഇപ്പൊ തയ്യാറില്ല. എന്തായാലും അങ്ങനെ ഒരു വോട്ട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രവർത്തനം മാത്രത്തിൽ ഉണ്ടായിരുന്നു വോട്ട് ഇങ്ങനെ ഒരു വോട്ട് കേരളത്തിൽ? ഞാൻ എല്ലാ MLA-മാർക്കും MP-മാർക്കും കത്തയച്ചിരുന്നു. നിരവധി MLA-മാരെ MP-മാരെ നേരിട്ട് ഇതുമായി കണ്ട് സംസാരിച്ചിരുന്നു. എല്ലാവർക്കും വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇന്നത്തെ പാർട്ടി സംവിധാനത്തിനകത്ത് അവർക്കത് ചെയ്യാൻ നിർവാഹമില്ലാത്തത് കൊണ്ടാണ്. ഒരു വോട്ടാണ് ലഭിച്ചതെങ്കിലും നിരവധി ആളുകളുടെ മനസ്സ് പൂർണ്ണമായിട്ടും ദ്രൗപദി മുർമുജിയോടൊപ്പമായിരുന്നു. പക്ഷെ അവർക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം അവർ ഇന്നത്തെ ഒരു കക്ഷി രാഷ്ട്രീയ നിലപാട് വെച്ച് അവർക്ക് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ്. പ്രതിപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയോട് ഒട്ടും മതിപ്പ് കേരളത്തിലെ മഹാഭൂരിപക്ഷം സാമാജികന്മാർക്കും ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. ഞാൻ കണ്ടവരെല്ലാം എന്നോട് പറഞ്ഞത് ഒരു കാര്യവുമില്ലാതെയാണ് ഈ സ്ഥാനാർത്ഥിയെ പ്രതിപക്ഷം നിർത്തിയിരിക്കുന്നത്. പല പാർട്ടികളിൽ പോയി ഒരു പ്രസക്തിയുമില്ലാത്ത ഒരു രാഷ്ട്രപതി സ്ഥാനാർത്ഥിയെയാണ് കോൺഗ്രസും പ്രതിപക്ഷവും നിർത്തിയിരിക്കുന്നത് എന്നാണ് പല സാമാജികന്മാരും എന്നോട് വ്യക്തിപരമായിട്ട് നേരിട്ട് പറഞ്ഞത്. താങ്കൾ വോട്ടല്ല സ്വാഭാവികമായും സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിച്ചു എന്നതിനപ്പുറത്തേക്ക് ആരുടെങ്കിലും വോട്ട് മറിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. അത്തരത്തില് ഇത്തരം വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. എല്ലാ MLA-മാർക്കും MP-മാർക്കും വ്യക്തിപരമായിട്ട് BJP അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഞാൻ NDAക്ക് പിന്തുണ നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കത്തയച്ചിരുന്നു. ചിലരെയൊക്കെ നേരിട്ട് കണ്ടിരുന്നു. അവരുടെയൊക്കെ അഭിപ്രായമാണ് ഞാൻ സൂചിപ്പിച്ചത്. ശരി, എന്തായാലും ഈ സമയത്ത് ഞങ്ങളോട് പ്രതികരിച്ചതിന് പ്രത്യേക നന്ദി.